കാടും പടലൊന്നും വെട്ടി വൃത്തിയാക്കുകയല്ല കേട്ടോ. ഇന്നത്തെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്തൻ്റെ ഇല പറിക്കാൻ വേണ്ടി പോയതാണേ. അതിൻ്റെ നല്ല തളിരിലകളാട്ടോ പറിച്ചെടുത്തത്. കർക്കിടകത്തിലെ ഇലക്കറികൾക്കൊക്കെ നെയ്യ് വയ്ക്കുന്നൊക്കെയാണല്ലോ പറയുക. അപ്പോൾ എന്തായാലും ഇത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇലയിലെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് നിർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഞരമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഇലകളെല്ലാം നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ട് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 1/4 മുറി തേങ്ങയും 3-4 പച്ചമുളകും 2-3 ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. തേങ്ങ വല്ലാതെ അരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തേങ്ങ അടിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ തന്നെയാട്ടോ ഉപയോഗിക്കേണ്ടത്. ഓയിലിനേക്കാളും വെളിച്ചെണ്ണയായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അതിൽ കടുകിട്ട് കുറച്ച് ഉണക്കമുളകും ചേർത്ത് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഇല പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1-2 മിനിറ്റ് ഒന്ന് പാത്രം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്നുകൂടെ ഇളക്കി എടുത്തിട്ട് നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്